അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകരെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. കർത്താവിൻ്റെ ശക്തി അനേകരെ സൗഖ്യപ്പെടുത്തുന്ന ശക്തിയാണ്. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു ദൈവം, നൈറ്റ് വിജിലിലൂടെ ലോകത്തിലെ അനേക സ്ഥലങ്ങളിൽ അനേകർക്ക് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം. ആരാധനയ്ക്ക് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് സാക്ഷ്യം കൂടി കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉണർത്തുകയും ചെയ്യാം. വിശ്വാസം ഉണരണം ദൈവാനുഗ്രഹം സ്വന്തമാക്കാൻ വേണ്ടി. ഇടപ്പള്ളിയിൽ നിന്ന് ജോസഫ് എന്ന ഒരു സഹോദരൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ സാക്ഷി പ്രകാരമാണ്. എൻ്റെ പേര് ജോസഫ്. ഞാൻ വർഷങ്ങളായി പ്രഷർ, ഷുഗർ, കിഡ്നി, ഹാർട്ട് എന്നിവയ്ക്ക് ചികിത്സയിലാണ്. അടുത്ത കാലത്ത് എൻ്റെ ഇടത് കിഡ്നിയുടെ അരികിൽ ഒരു മുഴ കാണപ്പെട്ടു. പല ഡോക്ടർമാരെയും മാറി മാറി കാണിച്ചെങ്കിലും എല്ലാവരും ഓപ്പറേഷൻ വേണമെന്ന് നിർദ്ദേശിച്ചു. മുഴ കിഡ്നിയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് മുഴയും കിഡ്നിയും ഒപ്പം ഓപ്പറേഷൻ ചെയ്ത് മാറ്റണമെന്നും അല്ലെങ്കിൽ അധികം താമസിക്കാതെ കിഡ്നി തകരാറാകുകയും അതിന് വീണ്ടും ഓപ്പറേഷൻ വേണ്ടി വരുമെന്നും അവർ പറഞ്ഞു. എന്നാൽ നിലവിൽ 2 കിഡ്നികളും തകരാറിലായ ചികിത്സയിലായതിനാൽ ഇതിൽ ഒന്ന് ഉടനെ മാറ്റിയാൽ ജീവിതം എത്ര നാൾ മുമ്പോട്ട് പോകുമെന്ന് ആകുലരായിരുന്നു. അതുകൊണ്ട് വീണ്ടും പല വിദഗ്ധരായ ഡോക്ടറെയും കണ്ടെങ്കിലും അവരും ഇത് തന്നെ നിർദ്ദേശിച്ചു. ഈ വിഷമഘട്ടത്തിൽ ഞങ്ങൾ നൈറ്റ് വിജിലിൽ പ്രാർത്ഥനാ സഹായത്തിന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അടുത്ത മാസത്തെ നൈറ്റ് വിജിലിൽ ഞങ്ങൾ ടി വിയിലൂടെ കണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നീട് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പല തവണ സ്കാൻ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ഓരോ പ്രാവശ്യവും മുഴയുടെ അളവ് കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറയുന്നു കിഡ്നിയുടെ അരികിൽ കണ്ടിരുന്ന മുഴ ഇപ്പോൾ ഇല്ല, പൂർണ്ണമായി സുഖപ്പെട്ടു, ഓപ്പറേഷൻ്റെ ആവശ്യമില്ല. ഈ സുഖപ്പെടുത്തി കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. മറ്റൊരു സാക്ഷ്യം ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. ആ സാക്ഷ്യത്തിന് കൂടെ അവരുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ്റെ ഒരു കത്തും മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഉണ്ട്. ആ കഥ ഇപ്രകാരമാണ്. സൗബിയ ബോബി എന്ന ഒരു സഹോദരി അവിടെ കുഞ്ഞിന് കിട്ടിയ ഒരു സൗഖ്യത്തെക്കുറിച്ച് ഇങ്ങനെ സാക്ഷ്യം പറയുകയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. അവനുണ്ടായി 5 ദിവസമായപ്പോൾ അവൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോവുകയും 15,000 പിന്നീട് ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങി. പക്ഷേ ടെസ്റ്റ് എല്ലാം നോർമലായിരുന്നു. ഡോക്ടർ ബോൺ മാരോ ടെസ്റ്റ് നിർദ്ദേശിച്ചു. ഞങ്ങൾ അമ്മ മാതാവിനോടും തിരുക്കുമാരോടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. ബോൺ മാരോ ടെസ്റ്റ് ചെയ്യാതെ കൗണ്ട് കൂട്ടിത്തരണമേ, തന്നാൽ ശാലോമിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് ഞങ്ങൾ നേരുകയും നൈറ്റ് വിജിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഒരു കുഞ്ഞിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോർമൽ 1.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിലാണ്. ഈ കുഞ്ഞിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വെറും 15,000. ഞാൻ ഇന്ന് ആ കുടുംബത്തെ വിളിച്ചു. ഞാൻ ഫോൺ നമ്പർ കണ്ട ചേച്ചിയോട് കൗതുകത്തോടെ ചോദിച്ചു, എന്താണ് കാരണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, എന്തായിരുന്നു കുഞ്ഞിൻ്റെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്തായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ പ്രായം 7 ദിവസം മാത്രമാണ്. ആ സ്ത്രീ പറഞ്ഞു, കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചുമലപ്പാടുകൾ പ്രത്യക്ഷപ്പെട്ടു. രക്തം ചത്തുകിടക്കുന്നത് പോലെ ശരീരം മുഴുവൻ ചുമലപ്പാടുകൾ. ടെസ്റ്റ് നടത്തിയപ്പോൾ നോർമൽ ടെസ്റ്റുകൾ മറ്റ് രോഗങ്ങളൊന്നുമില്ല. പക്ഷേ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൗരവമായ രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ബോൺ മാരോ ടെസ്റ്റ് ചെയ്യാതിരുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, 7 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞാണ്. നമ്മുടെ ഒരു കുഞ്ഞിന് ഒരു ഉറുമ്പ് കടിച്ചാൽ നമുക്ക് എന്തുമാത്രം വേദന ഉണ്ടാകും. നമ്മുടെ കുഞ്ഞിന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ എന്തുമാത്രം വേദന ഉണ്ടാകും. അപ്പോൾ 7 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ എങ്ങനെ ബോൺ മാരോ ടെസ്റ്റ് ചെയ്യും? ബോൺ മാരോ ടെസ്റ്റ് അറിയാവുന്നവർക്കറിയാം എങ്ങനെയാണത്. നട്ടെല്ല് എടുക്കുന്ന ഒരു ടെസ്റ്റാണ്. നട്ടെല്ല് കുഞ്ഞിനെ വളച്ച് കേട്ടുന്നുണ്ട്. അതികഠിനമായ വേദനയുള്ള ഒരു പെറ്റ അമ്മയ്ക്ക് സഹിക്കാൻ സാധിക്കാത്ത രീതിയിൽ അത്രമാത്രം വേദനയുള്ള ഒരു ടെസ്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. ഇവർ പ്രാർത്ഥിച്ചു. കർത്താവ് പ്രാർത്ഥന കേട്ടു. കർത്താവ് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ മോന് 5 വയസ്സായി, സുഖമായിരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ ഫോട്ടോ അവർ അയച്ചു തന്നിട്ടുണ്ട്. ആ ഫോട്ടോയോടൊപ്പം തന്നെ അവരുടെ വികാരി അച്ഛൻ്റെ സാക്ഷ്യപത്രം അയച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ 2 മെഡിക്കൽ റിപ്പോർട്ടുകൾ. ആദ്യത്തെ റിപ്പോർട്ടിൽ പ്ലേറ്റ്ലെറ്റ് 15,000, രണ്ടാമത്തെ റിപ്പോർട്ടിൽ പ്ലേറ്റ്ലെറ്റ് 2.8 ലക്ഷം.
കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായത് നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ കർത്താവ് ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നുമില്ല. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ കർത്താവ് ഈ രാത്രിയിൽ നമ്മെ സുഖപ്പെടുത്തും, നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരും. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. യേശു ജെറീക്കോയിലേക്ക് പ്രവേശിച്ചു. അതിലെ കടന്നു പോകേണ്ടിയിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരു മനുഷ്യരുണ്ടായിരുന്നു. അദ്ദേഹം ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് അത് സാധിച്ചില്ല. അതിനാൽ അദ്ദേഹം ജനക്കൂട്ടത്തിന് മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകേണ്ടിയിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി സക്കേവൂസിനെ വിളിച്ചു. സക്കേവൂസ്, നീ വേഗം ഇറങ്ങി വരിക, എനിക്ക് ഇന്ന് നിന്റെ ഭവനത്തിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് വേഗം ഇറങ്ങി വന്ന് അവനെ ഭവനത്തിൽ സ്വീകരിച്ചു. യേശു പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണല്ലോ. സക്കേവൂസിന്റെ ഭവനത്തിൽ കർത്താവ് കടന്നു ചെന്നു. അവനെക്കുറിച്ച് പറയുകയാണ്, അവനൊരു കുറവുണ്ടായിരുന്നു. ആ കുറവ് പൊക്കക്കുറവായിരുന്നു. അതുകൊണ്ട് അവൻ യേശുവിനെ കാണാൻ സാധിച്ചില്ല. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നമ്മളും ഒത്തിരി കുറവുള്ളവരാ. പക്ഷേ ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ഭവനത്തിലേക്കും കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കുറവുകൾ ഒരുപക്ഷെ നമ്മുടെ പാവമോ അല്ലെങ്കിൽ പ്രാർത്ഥനക്കുറവോ വിശുദ്ധി കുറവോ സമർപ്പണക്കുറവോ അറിവ് കുറവോ ഒക്കെ ആയിരിക്കാം. നിന്റെ കുറവ് എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. നിന്റെ പാവങ്ങൾ എത്രമാത്രം വലുതാണെങ്കിലും അതിനേക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ വിശുദ്ധി. നിന്റെ ബലഹീനത എത്രമാത്രം വലുതാണെങ്കിലും അതിനേക്കാൾ എത്രയോ വലുതാണ് നിന്റെ കർത്താവിൻ്റെ ശക്തി. അതിനാൽ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് കടന്നു എന്ന കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. കർത്താവ് ഈ രാത്രിയിൽ നിന്റെ ഭവനത്തെ ഇതാ ഒരു ദേവാലയമാക്കി മാറ്റാൻ പോകുന്നു. രക്ഷകൻ നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ ഈ രാത്രിയിൽ സുഖപ്പെടുത്തും. അവൻ പറയും, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. നീയും അബ്രാഹത്തിന്റെ പുത്രനാണല്ലോ. ഹല്ലേലൂയ. സ്വരപ്പെടുത്തി പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. സക്കേവൂസിന്റെ ഭവനത്തിൽ കടന്നു ചെന്ന കർത്താവ് നമ്മുടെ ഭവനത്തിലേക്കും കടന്നു വന്ന് നമ്മെ സുഖപ്പെടുത്തും, അനുഗ്രഹിക്കും. നമ്മുടെ മക്കളെ, നമ്മുടെ ഭവനത്തെ, നമ്മുടെ തലമുറയെല്ലാം അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. നമുക്ക് ഒരു നിമിഷം മുട്ടുമേ നിൽക്കാം. പാടി കർത്താവിനെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. എഴുന്നള്ളുന്നു രാജാവ്, എഴുന്നള്ളുന്നു രാജാക്കന്മാരുടെ രാജാവായ കർത്താവ്, അനുഗ്രഹിക്കുന്ന ദൈവം. അവനെ നമുക്ക് പാടി ആരാധിച്ച് നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. ലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ക്ഷണിക്കാം കർത്താവിനെ, നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഈ രാത്രിയിൽ യേശുവിനെ ക്ഷണിക്കാം. നമ്മുടെ രോഗത്തിലേക്കും ദുരിതത്തിലേക്കും കഷ്ടതകളിലേക്കും എല്ലാം നമ്മുടെ കർത്താവിനെ ക്ഷണിക്കാം. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം, നമ്മെ സന്ദർശിക്കാൻ കടന്നു വരുന്ന ഒരു ദൈവം,
നമ്മെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം, ലോകത്തെ അനുഗ്രഹിക്കുന്ന ഈ നൈറ്റ് വിജയ രാത്രിയിൽ കർത്താവെ അവിടുന്ന് ഭവനത്തിലേക്ക് കടന്നു വരണമേ. ക്ഷണിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിൻ്റെ മീതെ നടന്നു പോയവൻ. സ്വരമുയർത്തി മൃതിയടഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്കു സൗഖ്യമേകി. ശ്രമിച്ച് ഒന്ന് ചേർന്ന് പാടാം. ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന. ഓ സ്തിരൂപനേശുവേ ആരാധന. കരങ്ങളുയർത്തി ഒന്നു ചേർന്നു ദാസർ പാടാം ആരാധന. കരങ്ങൾ വീശി ഓ സ്തിരൂപനേശുവേ ആരാധന. ആരാധിക്കാം. ആരാധന ആരാധന. ഓ സ്തിരൂപനേശുവേ ആരാധന. ആരാധിക്കാം. ആരാധന ആരാധന. ഓ സ്തിരൂപനേശുവേ ആരാധന. ആരാധന ആരാധന. കരങ്ങളുയർത്തി സർവശക്തനായ കർത്താവിനെ സ്വരമുയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി ഈശോയെ കണ്ടുകൊണ്ട് ആരാധിക്കാം. കർത്താവിനെല്ലാം പറഞ്ഞ് ആരാധിക്കാം. ഭവനത്തിലേക്ക് കടന്നു വന്ന യേശുവിനെ, ജീവിതത്തിലേക്ക് കടന്നു വന്ന കർത്താവിനെ, സുഖമാക്കുന്ന കർത്താവിനെ, നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞങ്ങളോട് വസിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിനോട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ തുറന്ന് നമുക്ക് ഈശോയെ ഒരു നിമിഷം കാണാം. നമ്മുടെ ദൈവം ഇമ്മാനുവേൽ, നമ്മോടൊപ്പം വസിക്കുന്ന കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. അതിനടയാളമായി അവിടുന്ന് എന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ കർത്താവ് എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവമാണ്. ഈ രാത്രിയിൽ ആ കർത്താവ് എനിക്ക് വേണ്ടി അധ്വാനിക്കും. എനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ, ഇത് മാറ്റത്തിന്റെ സമയമാണ്. ഈശോ മാറ്റം വരുത്തുന്ന സമയം. നമ്മുടെ കർത്താവ് കാനായിലെ വിവാഹവേളയിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. കർത്താവ് പിന്നീട് വീഞ്ഞിനെ തൻ്റെ രക്തമാക്കി മാറ്റി. എനിക്ക് നിനക്കും കുടിക്കാനായി പകർന്നു തന്നു. കർത്താവ് 5 അപ്പത്തെ 5000 പേർക്ക് തൃപ്തിപ്പെടുത്തത്തക്ക രീതിയിൽ വർദ്ധിപ്പിച്ചു കൊടുത്തു. ആ കർത്താവ് പിന്നീട് അപ്പത്തെ തൻ്റെ ശരീരമാക്കി മാറ്റി മുറിച്ച് നമ്മുടെ അധരങ്ങളിൽ വെച്ച് തന്നു. മാറ്റത്തിന്റെ സമയം. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ കർത്താവ്
വീഞ്ഞിനെ തന്റെ രക്തമാക്കിട്ടിയ ഈശോ, 5 അപ്പത്തെ 5000 പേർക്ക് കൊടുത്തവൻ, അപ്പത്തെ തന്റെ ശരീരമാക്കി മാറ്റി നമുക്ക് മുറിച്ചു നൽകിയവൻ, പത്രോസ് എന്ന മുക്കുവനെ സഭയുടെ തലവനായി മാർപ്പാപ്പയാക്കി ഉയർത്തിയ നമ്മുടെ ദൈവം, സർവശക്തനായ കർത്താവ്. ഇത് മാറ്റത്തിന്റെ സമയമാണ്. നമ്മുടെ ജീവിതങ്ങളെ ഏതു രീതിയിലും മാറ്റാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി ഉയർത്താൻ കർത്താവിന് പറ്റും. സാമ്പത്തികമേലെ അനുഗ്രഹിക്കാൻ കർത്താവിന് പറ്റും. കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ഉയർത്താൻ കർത്താവിന് പറ്റും. കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റാൻ ഈശോയ്ക്ക് പറ്റും. നിരാശയെ സന്തോഷമാക്കി ഉയർത്താൻ കർത്താവിന് പറ്റും. രോഗത്തെ സൗഖ്യമാക്കി മാറ്റാൻ നിന്റെ കർത്താവിന് പറ്റും. 2 കരങ്ങളും ഈശോയുടെ നേരെ നമുക്ക് ഉയർത്തി നീട്ടിപ്പിടിക്കാം. എല്ലാം പറന്ന് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ചെങ്കുപൊട്ടുമാറ് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശു, ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യട്ടെ. ഈ രാത്രിയിൽ എന്റെ നിലവിളി കേൾക്കട്ടെ. എനിക്ക് വേണ്ടി അവൻ മാറ്റങ്ങൾ വരുത്തട്ടെ. എനിക്ക് വേണ്ടി അവൻ അധ്വാനിക്കട്ടെ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിലവിളിച്ചു പ്രാർത്ഥിക്കാം. കുടുംബത്തിനെടുത്ത് പ്രാർത്ഥിക്കാം. നിന്റെ മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. വേദനകളിൽ നിന്ന് പ്രാർത്ഥിക്കാം. രോഗക്കിടക്കയിൽ കിടന്ന് പ്രാർത്ഥിക്കാം. കടഭാരങ്ങളിൽ കിടന്ന് പ്രാർത്ഥിക്കാം. തകർച്ചയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശു ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവം. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവെ ആരാധിക്കാം. ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കാം. ആരാധന, ആരാധന, സ്തുതി, ആരാധന, ആരാധന, ആരാധിക്കാം. ഒരുമിച്ച് ആരാധിക്കാം. സർവശക്തനും നിത്യനുമായ പിതാവിന് ആരാധന. ആരാധിക്കാം. കരങ്ങൾ ഉയർത്തിയടിക്കാം. ആരാധന, ആരാധന, സ്തുതി, ആരാധന, 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 സ്തുതി, ആരാധന, ആരാധന. കരങ്ങളടിക്കാം. കരങ്ങളടിക്കാം. കർത്താവിനെ ആരാധിക്കാം. കുടുംബത്തിലേക്ക് കടന്നു വന്ന കർത്താവിനെ, നമ്മോടൊപ്പം വസിക്കുന്ന നമ്മുടെ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എനിക്ക് വേണ്ടി ഈ രാത്രിയിൽ അധ്വാനിക്കുന്ന എന്റെ ദൈവം, എന്റെ കാവൽക്കാരനും എന്നെ സംരക്ഷിക്കാൻ എന്റെ വലതുവശത്തുള്ള ദൈവം, ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ദൈവപിതാവേ, അങ്ങേ ആരാധിക്കുന്നു. സ്നേഹദാതനെ അങ്ങേ ആരാധിക്കുന്നു. സർവപാലക അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം. ആരാധന, ആരാധന, സ്തുതി, ആരാധന, 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 സ്തുതി, ആരാധന, ആരാധന. ആരാധിക്കാം കർത്താവിനെ. കൂടെ വസിക്കുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. വേദനയിൽ നിന്നുള്ള കർത്താവിനെ ആരാധിക്കാം. എല്ലാ ആവശ്യങ്ങളിൽ നിന്നുള്ള കർത്താവിനെ ആരാധിക്കാം. എല്ലാം സമർപ്പിച്ച് കർത്താവിനെ ആരാധിക്കാം. പരിപൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിനെ ആരാധിക്കാം. എല്ലാം മുൻവിധിയും മറന്ന് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു. ജീവനാഥനെ അങ്ങേ ആരാധിക്കുന്നു. സത്യസ്വരൂപ
കർത്താതി കർത്തനെ ആരാധിക്കുന്നു. സത്യസ്വരൂപനെ ആരാധിക്കുന്നു. കർത്താതി കർത്തനെ കരങ്ങളുയർത്തിയടിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു, അത്ഭുത ശക്തിയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. അത്ഭുത ശക്തിയെ ആരാധിക്കുന്നു. സ്നേഹസ്വരൂപനെ ആരാധിക്കുന്നു, ഉന്നത ശക്തിയെ ആരാധിക്കുന്നു. സ്നേഹസ്വരൂപനെ ആരാധിക്കുന്നു. ഉന്നത ശക്തിയെ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. സർവശക്തനും നിത്യനുമായ പിതാവിന് ആരാധന. സർവശക്തനും നിത്യനുമായ പിതാവിന് ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 തിരുവോസ്തിയിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. സങ്കീർത്തകൻ ഇപ്രകാരം പറയും: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. തിരുവോസ്തി രൂപ, ഈ സമയം എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, നിന്റെ അടുക്കലേക്ക് ഈശോ വരണം. കർത്താവേ, ഈ ആലയത്തിൽ വിട്ടുപോകുമ്പോ നിന്നെ കണ്ടു മടങ്ങാൻ എനിക്ക് കൃപ തരണം കർത്താവേ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ പക്കലേക്ക് എല്ലാ ജീവിതങ്ങളും കണ്ണുകൾ ഉയർത്തി നിൽക്കുക. ഈശോ, ഞാൻ ഇവിടെ ഉണ്ട്. ഈശോ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എല്ലാ മക്കളും ഈശോയോട് പറയണം. ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 16-ാം അധ്യായം 9-ാം വചനം: തന്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് മേൽ തന്റെ ശക്തി പ്രകടിപ്പിക്കാൻ ദൈവത്തിന്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പാഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, തിരുവോസ്തിയിൽ നിന്ന് യേശുവിന്റെ കണ്ണുകൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ അത്ഭുത മണിക്കൂറിൽ ഈശോയെ എന്ന എല്ലാ മക്കളും ഹൃദയത്തിൽ വിളിച്ചുകൊണ്ടേയിരിക്കണം. അനുഗ്രഹത്തിന്റെ മണിക്കൂറാണിത്. ഈശോ നമ്മളെ ചേർത്ത് പിടിക്കുന്ന സമയമാണിത്. ഈശോ, എന്നെ കാണണമേ എന്ന് പ്രാർത്ഥിക്കണം മക്കളെ. ഒരു ഹന്ന ദേവാലയത്തിൽ പോയി നിന്ന് കണ്ണുകളടച്ച് അവനെ മാത്രം ധ്യാനിച്ചു പ്രാർത്ഥിച്ചപ്പോ ആ ഹന്നായെ സ്വർഗം കണ്ടു മക്കളെ. അതുപോലെ ഈ രാത്രിയിൽ ഈശോ നിന്നെ കാണാൻ പോവുകയാ. ഈശോ, ഞാനിവിടെ ഉണ്ട്. ഈശോ, ഞാനിവിടെ ഉണ്ട് എന്നെല്ലാ മക്കളും ഈശോയോട് പറയണം. വിശ്വാസത്തോടെ പറയണം. യേശുവിന്റെ മുമ്പിലേക്ക് നീ ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. നിന്നെ കാണാൻ യേശു കടന്നു വരുന്ന സമയമാണ്. ഈശോ, എന്റെ ഈശോ, സ്തുതിക്കുന്ന കർത്താവേ, നന്ദി പറയുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ. എല്ലാ മക്കളും മനം
തുറന്ന് ആരാധിച്ച് മുമ്പിൽ യേശുവിനെ കണ്ടു നിൽക്കുന്ന സമയമാണ്. ഹൃദയം തുറന്ന് ആരാധിക്കുക, ഹൃദയം തുറന്ന് ആരാധിക്കുക, യേശുവിനെ ചേർത്ത് പിടിച്ച് ആരാധിക്കുക. ഈശോ 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 ആരാധന ആരാധന യേശുവേ 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 ഈശോ 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 ആരാധന ആരാധന യേശുവേ 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 ഈശോയെ നന്ദി നന്ദി. മക്കളെല്ലാം കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചു. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. ഈശോയെ, എന്റെ ഈശോ, നിനക്കെല്ലാം അറിയാമല്ലോ ഈശോയെ. എന്റെ ശരീരം ഇതാ നിന്റെ പക്കലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. കൊടുക്കും മക്കളെ. നമ്മുടെ ശരീരം ഈ ദിവികാരണ ആരാധന പങ്കെടുക്കുന്ന മക്കളെല്ലാം ശരീരം ഏതവസ്ഥയിലാണെങ്കിലും ഈശോയുടെ പക്കലേക്ക് കൊടുത്തു. ശരീരത്തിൽ ഒത്തിരി രോഗപീഠമുള്ള മക്കൾ ഇപ്പോൾ പ്രാർത്ഥിച്ചോണം. ദിവികാരണ ഈശോയുടെ കണ്ണുകൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നിന്റെ തകർന്നു പോയ ശരീരത്തിന്റെ ചില രോഗപീഠകള്, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചു പോയ ചില മേഖലകളുണ്ട്. ശരീരം ഈശോയുടെ പക്കലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും മക്കളെ. കുരിശ് തല്ലി തകർക്കപ്പെട്ട യേശുവിന്റെ ശരീരം ദിവ്യകാരണത്തിൽ നിന്നെ തേടി വരികയാണ്. നിന്നെ തേടിയെത്തുന്ന സമയമാണിത്. പ്രിയപ്പെട്ട മക്കളെ, യൂക്കാട് സുവിശേഷം 8-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. യേശു കടന്നു വന്നപ്പോൾ അവർ എല്ലാവരും യേശുവിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു. അവർ സന്തോഷപൂർവ്വം യേശുവിനെ സ്വാഗതം ചെയ്തപ്പോൾ യേശു അവരുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ജായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു കൊടുത്തു കർത്താവ്. രക്തസ്രാവക്കാരി സ്ത്രീക്ക് സൗഖ്യം കൊടുത്തു. യേശുവിനെ സന്തോഷത്തോടെ സ്വീകരിച്ചവർക്ക് സൗഖ്യം. യേശുവിനെ കാണാൻ പറ്റാതെ കണ്ണന്തമായ ഒരു അന്ധൻ വഴിയരികിൽ ഇരിക്കുമ്പോൾ യേശു അവനെ കണ്ട നിമിഷം അവന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവൻ കണ്ടില്ല, പക്ഷേ യേശു അവനെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ യേശുവിനെ കാണാൻ കൃപ കൊടുത്തു. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ദുഃഖത്തിന്റെ അവസ്ഥയിൽ നീ നിൽക്കുമ്പോൾ യേശുവിനെ കൺമുമ്പിൽ കാണുന്നില്ലായിരിക്കും, നിനക്ക് വഴിയില്ലായിരിക്കും, നിനക്ക് ഉത്തരമൊന്നുമില്ലായിരിക്കും. എങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ പറയണം, ഈശോ ഞാൻ ഇവിടെ നിൽപ്പുണ്ട്, ഈശോ നീ എന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാ. നിന്റെ കാണാൻ ഈ രാത്രിയിൽ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. എല്ലാ മക്കളും പ്രാർത്ഥിക്കും. ശരീരത്തിൽ ബുദ്ധിമുട്ടുള്ള മക്കളൊക്കെ ഇപ്പൊ പ്രാർത്ഥിക്കും. വലിയ സൗഖ്യം വ്യാപരിക്കുകയാണ്. ഈശോ കാണിക്കുകയാണ്. പുറം രണ്ടായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടും പൊട്ടി ഒലിക്കുന്ന രോഗമുള്ള ഒരു മകൻ, കർത്താവ് മകനെ സൗഖ്യപ്പെടുത്തുകയാണ്. വലിയതായിട്ട് ഇങ്ങനെ വിണ്ടു കീറിയ അവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം വരുന്ന, ചലം വരുന്ന അവസ്ഥയുണ്ട്. എവിടെയാണെങ്കിലും ആ മകനെ ഇപ്പോൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. മക്കളെ, ഈ രാത്രിയിൽ ഈ ശാലോമിൽ യേശുവിന്റെ അത്ഭുത കരം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഈശോ എന്ന് വിളിച്ച മക്കളെ, ഈശോ ശരീരം ഉയർത്തി യേശുവിനെ വിളിക്കും മക്കളെ. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കും. വലിയ ശരീര സൗഖ്യം വ്യാപരിക്കുകയാണ്. ഈശോ 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 ബ്രസ്റ്റിൽ മുഴയുള്ള ഒരു വ്യക്തിയെ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. ഈശോ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഈശോ ഈശോ ഈശോ. മക്കളെ, ഈശോയുടെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, കർത്താവേ ഈ ശരീരം നിന്റെ പക്കലേക്ക് ഏൽപ്പിക്കുമ്പോൾ, കർത്താവേ ശരീരത്തിൽ പാപം വന്നു പോകുന്ന അവസ്ഥ എനിക്കുണ്ട് അപ്പ. എല്ലാ മക്കളും തന്റെ ശരീരത്തെ യേശുവിന് കൊടുക്കുക. പല വിധത്തിൽ ശരീരത്തിൽ പാപം വന്നു പോകുന്ന അവസ്ഥകള്, ജഡിക പ്രവണതകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത മക്കള്, ജഡികമായ ബന്ധങ്ങളിലേക്ക് കടന്നു പോകുന്ന മക്കള് യേശുവിന്റെ പക്കലേക്ക് സമർപ്പിക്കുക. അലസതയുള്ള മക്കള് സമർപ്പിക്കുക. ശരീരം മുഴുവൻ ക്ഷീണം, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ടൊരു വഴിയില്ല, ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരു അപ്പനെ ഇപ്പോൾ ഈശോ കാണിച്ചു തരികയാണ്. അതിനെ ഓർത്തൊരു ജീവിത പങ്കാളി കണ്ണുനീര് വാർത്ത് കരയുന്നു. മക്കളെ, ശരീരത്തിൽ ചില കെട്ടുകൾ ഇരിക്കുന്ന അവസ്ഥകളുണ്ട്. ഈ മേഖലയിൽ ഇപ്പോൾ ഈശോ വിടുവിക്കാൻ പോവുകയാണ്. ശരീരം ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എവിടെയൊക്കെ രോഗമുണ്ടോ, പാവമുണ്ടോ, ബന്ധനമുണ്ടോ, കെട്ടുണ്ടോ, ഈ ശരീരത്തിന്റെ മേൽ എവിടെയൊക്കെ കുറവുണ്ടോ, അവിടെ യേശുവിന്റെ വലിയ ശക്തി ഇപ്പോൾ കടന്നു വരികയാണ്. വിശ്വസിക്കും മക്കളെ, വിശ്വസിച്ച് വിളിക്ക് യേശുവേ എന്ന്. എല്ലാ ജീവനങ്ങളും വിളിക്കട്ടെ.
എന്റെ സൗഖ്യമേ, യേശുവേ, യേശുവേ, എന്റെ കർത്താവേ, യേശുവേ, ഈശോ, എന്റെ ദൈവമേ. ഈശോ, 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 ഹല്ലേലൂയ, ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയേ, ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ശാന്തമായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, യേശുവിന്റെ സന്നിധിയിൽ നീ ഇരിക്കുമ്പോൾ നിന്റെ ഹൃദയം അവന്റെ പക്കലേക്ക് ഒന്ന് എടുത്തു വെക്കും. ഹല്ലേലൂയ, ആത്മാവിന്റെ രക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കേട്ടു. യേശുവേ, കർത്താവേ, ഇത് ഹൃദയം തുറന്ന് ഞാൻ ഇവിടെ ഇരിക്കുക. ഹല്ലേലൂയ, നിനക്കൊന്നാം സ്ഥാനം തരാതെ പോയ നിമിഷങ്ങളുണ്ട് ഈശോയെ. എൻ്റെ ആത്മാവിൽ നിന്നെ ചേർത്ത് പിടിക്കാത്ത നിമിഷമുണ്ട്. ഹല്ലേലൂയ, സർവശക്തൻ എനിക്ക് വിലപ്പെട്ടതായി കരുതാത്ത നിമിഷങ്ങളുണ്ടപ്പാ. ഈശോയേ, ജോലി വലുതായി കണ്ടു, വ്യക്തികളെ വലുതായി കണ്ടു, ബിസിനസിന്റെ വളർച്ച വലുതായി കണ്ടു. ഹല്ലേലൂയ, അപ്പാ, നിന്റെ മുമ്പിൽ ഇരിക്കാൻ, എൻ്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ മറന്നുപോയിട്ടുണ്ടപ്പാ. കരുണ കാണിക്കണേ അപ്പാ. പ്രാർത്ഥിക്കും മക്കളെ. ഈശോയോട് പറ, എൻ്റെ ഹൃദയത്തിൽ നിനക്ക് സ്ഥാനം തരാതെ പോയിട്ടുണ്ടെങ്കിൽ കരുണയായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കും മക്കളെ. കണ്ണുനീര് വാർത്തു പ്രാർത്ഥിച്ചോ. ഏത് കുടുംബമാണോ യേശുവിന് സ്ഥാനം കൊടുക്കാത്തെ, ഏത് കുടുംബത്തിലാണോ യേശുവില്ലാത്തത്, ഏത് ജീവിതത്തിലാണോ യേശു മാറ്റി നിർത്തപ്പെട്ടത്, നീ നിന്റെ ജീവിതത്തെ യേശുവിന്റെ പക്കലേക്ക് കൊടുക്ക. സങ്കീർത്തകൻ, ദൈവാനുഭവത്ത സമ്പന്നനായ സങ്കീർത്തകൻ പറഞ്ഞു, കർത്താവേ, ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിലം പോലെ എന്റെ ഹൃദയം നിനക്ക് വേണ്ടി ഇതാ ദാഹിച്ചു കൊണ്ടിരിക്കുകയാണ്. മതിയായിട്ടില്ല തമ്പുരാനെ നിന്നെ എന്റെ ഹൃദയത്തിന്. മക്കളെ, ഹൃദയം തുറന്നു വെച്ച് ഈശോയോട് പറ, എനിക്ക് നിന്നെ മതിയായിട്ടില്ല എന്ന്. എന്റെ കുടുംബത്തിൽ നിന്നെ മതിയായിട്ടില്ല എന്ന് ഈശോയോട് പറ. ഈശോ, മതിയായിട്ടില്ല, ഞങ്ങൾക്ക് വേണം നിന്നെ. എല്ലാ മക്കളും ഈശോയോട് പറ. വിളിച്ചോ, ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തിലേക്ക് യേശുവിനെ വിളിച്ചോ. നിന്റെ ഹൃദയം കൊണ്ട് നീ വിളിക്ക്. നിന്റെ ജീവിതത്തിലേക്ക് യേശുവിനെ വിളിക്ക്. മറ്റെല്ലാത്തിനേക്കാൾ വിലപ്പെട്ടതായി ഈശോ മാറട്ടെ. ഈ രാത്രിയിൽ ഈശോ നിന്റെ ഹൃദയത്തിൽ ഇടം പിടിക്കട്ടെ. ഈശോയെ എന്ന് വിളിക്കട്ടെ. കരങ്ങൾ നീട്ടി വിളിക്കട്ടെ. ഈശോ, എന്റെ ഈശോ, 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 എനിക്ക് നിന്നെ വേണം ഈശോ, എനിക്ക് നിന്നെ വേണം ഈശോ. മതിയായിട്ടില്ല ഈശോ. ഈശോയെ, എന്റെ ഈശോ ആഗ്രഹിക്കും മക്കളെ. കർത്താവ് കരം നീട്ടി നിൽക്കുന്ന വികാരത്തിൽ ഈശോ കൈ നീട്ടി നിൽക്കുകയാ. നീ വിളിക്കുമ്പോൾ അടുത്തേക്ക് വരാൻ ഈശോ ഇവിടെ കൈ നീട്ടി നിൽക്കുകയാ. നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ പാകുന്ന വിധത്തിൽ ഈശോ ഈ തിരുവോസ്തിയിലുണ്ട്. ആഗ്രഹിച്ച് വിളിക്കും. ഈശോയെ എന്ന് വിളിക്കട്ടെ. ഈശോ, എന്റെ ഈശോ, 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 ഈശോയെ, ഈശോയെ, ഈശോ, ഈശോ, മാത്രം മതി, കരങ്ങൾ നീട്ടിപ്പിടിച്ച് യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. എല്ലാവരും ചേർന്ന് ആഗ്രഹിച്ച് പാടട്ടെ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ആ സ്നേഹം മതി, ആ സ്നേഹം മതി, ആ സ്നേഹം മതി എനിക്ക്. ആ സ്നേഹം മതി, ആ സ്നേഹം മതി, ആ സ്നേഹം മതി എനിക്ക്. മക്കളെ, ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ, ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ ചിലപ്പോഴൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. പുതിയ ദർശനങ്ങൾ കിട്ടാതെ നിരാശയിൽ അകപ്പെട്ടു പോയ ചില ജീവിതങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. ഇനി എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നേ? അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കൾ തൻ്റെ ജീവിതങ്ങളെ ഇപ്പോൾ തിരുവോസ്തിയിലേക്ക് സമർപ്പിക്കും. മക്കളെ, എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി തന്നെ തന്നെ നൽകി ഈശോ ഈ തിരുവോസ്തിയിലുണ്ട്. ഈശോയെ, എൻ്റെ കണ്ണുകൾക്ക് ഒരു കാഴ്ചപ്പാട് താ കർത്താവേ. സ്വർഗത്തെ മാത്രം ലക്ഷ്യം വെച്ച് പോകണം കർത്താവേ. എൻ്റെ വേദനകൾ എന്നെ അലട്ടുമ്പോൾ, താഴ്ത്തിയിടുമ്പോൾ, തകർത്തിക്കളയുമ്പോൾ കർത്താവേ, എൻ്റെ കണ്ണുകൾ നിന്നെ ഒന്ന് കാണട്ടെ കർത്താവേ. ഈശോ കാണിക്കുകയാ.
ഒരറ്റം കൂട്ടിമുട്ടിക്കുമ്പോൾ മറ്റേ അറ്റം വിട്ടുപോകുന്ന ചില ജീവിതങ്ങൾ ഹല്ലേലൂയ. കൈ ഓട്ടക്കൈയായി പോവുകയാ. സമ്പാദിച്ചിട്ടും ഒന്നുമില്ലാത്ത ഒരവസ്ഥ കർത്താവ് ഇപ്പോൾ കാണിക്കുകയാണ്. ജയിലിൽ കിടക്കുന്ന ഒരു മകന് വേണ്ടി ഒരു മകള് ശക്തമായി പ്രാർത്ഥിക്കുക. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി നിൽക്കുന്ന കുറെ ജീവിതങ്ങൾ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈശോ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ നിന്റെ ജീവിതത്തെ മുഴുവൻ ഒന്ന് സമർപ്പിച്ചേ. ദുഃഖമാണേലും നിരാശയാണേലും ജോലിയില്ലാത്ത അവസ്ഥയാണെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത മേഖലയാണെങ്കിലും എല്ലാം അങ്ങ് സമർപ്പിച്ചു. ഇതെല്ലാം ഈശോയ്ക്ക് കൊടുത്തു. ഈശോ എന്ത് ചെയ്യണം? ഈശോ നീ തന്നതാ ഈ ജീവിതം, ഞാൻ എന്ത് ചെയ്യണം? ചോദിക്കും മക്കളെ ഈശോയോട്. ഈശോയെ എന്ത് ചെയ്യണം? വന്ന് നിൽക്കുകയാ നിന്റെ മുമ്പിൽ. എനിക്ക് ഉത്തരം തരാൻ നീ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞാൻ എവിടെ പോകും ഈശോയെ? ചോദിക്കും മക്കളെ, എല്ലാ ഹൃദയങ്ങളും ചോദിക്കും ഈശോയെ. പോകാൻ ഇടമില്ല കർത്താവേ, ഇതാ ഇവിടെ വന്ന് ഇരിക്കുക ഈശോ. ഞാൻ എൻ്റെ സങ്കടങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് ഈ രാത്രി ഞാൻ ഇരിക്കുക. എനിക്ക് നിന്നെ വിട്ടുപോകാൻ പറ്റില്ല ഈശോയെ. ഉത്തരം വേണം ഈശോയെ. ഒന്ന് ശാഠ്യം പിടിച്ചോ മക്കളെ. ഗിദെയോനെ പോലെ ഈ രാത്രി എല്ലാ മക്കളും ഒരു അടയാളം ചോദിച്ചു. ഈ രാത്രി അടയാളം വേണം അപ്പ, എനിക്ക് എൻ്റെ ഈ ആവശ്യത്തിന്റെ മേൽ അടയാളം തന്നേ പറ്റൂ. ശാഠ്യം പിടിച്ച് പ്രാർത്ഥിച്ചോ മക്കളെ. ഈശോയുടെ മക്കൾ എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ദൈവജനമേ, കർത്താവിന്റെ ശക്തി വലിയതായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാനും നിങ്ങളും കണ്ടില്ലെങ്കിലും വിശ്വസിച്ചില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും അതിനെ ഇപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു, കർത്താവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു ഈശോ, 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 ഈശോ. ആരാധന അതരം തുറന്ന് പരിശുദ്ധാത്മാവ് എന്തൊക്കെ പ്രചോദിപ്പിക്കുന്നു അതെല്ലാം പറഞ്ഞ് എല്ലാ ഹൃദയങ്ങളും പ്രാർത്ഥിക്കട്ടെ. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. ആത്മാവ് എന്ത് തോന്നിപ്പിക്കുന്നു അത് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. മനം തുറന്ന് പങ്കുവയ്ക്കും മക്കളെ. ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ, 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 ഈശോ. ഈശോ, ഈശോ, ഈശോ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോ, ഈശോ. വലിയ മുഖ്യ ദൂതന്മാരെ കർത്താവ് ഈ ദിവ്യകാലത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കാണിച്ചു തന്നോണ്ടിരിക്കുകയാണ്. രണ്ട് വലിയ മാലാഖമാര് ഈ ആലയത്തിലൂടെ നിൽപ്പുണ്ട് മക്കളെ. കർത്താവിന്റെ സാന്നിധ്യം വലുതായി നിറയുന്നു. ജീവിതങ്ങൾ ആഗ്രഹിച്ച് വിളിക്കുക. ഈശോ എന്ന് വിളിക്കുക. എന്നെ കാണാതെ പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈശോയെ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ. ഈശോ, 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 ഈശോ. ഈശോയെ, ഈശോയെ, ഈശോയെ. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കാം. ഈ രാത്രിയിൽ ഈശോയുടെ മുമ്പിൽ നീ വന്നത് എന്തിനാ? അത് നീ ഈശോയുടെ കരങ്ങളിലേക്ക് ഇപ്പൊ കൊടുത്തു. വിശുദ്ധ ഗ്രന്ഥത്തിൽ 3 വ്യക്തികളുടെ പ്രാർത്ഥന ഏറ്റുപറഞ്ഞ് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ വ്യക്തി ദാവീദ് രാജാവാണ്. ദാവീദ് രാജാവ് ഒരു രാജ്യത്തിന്റെ രാജാവ്. അദ്ദേഹം എല്ലാ സൗകര്യങ്ങളും സമ്പത്തും സ്ഥാനമാനങ്ങളും ഒക്കെയുള്ള ദാവീദ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഒറ്റ കാര്യം പ്രാർത്ഥിക്കും. കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, രാജാവ് അപ്രകാരം പ്രാർത്ഥിച്ചെങ്കിൽ നീ ഇപ്പോൾ യേശുവിന്റെ സന്നിധിയിൽ നിന്റെ ഇല്ലായ്മ എടുത്തു വെച്ചിട്ട് പറ, കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരും എനിക്കില്ല, ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കരങ്ങൾ രണ്ടും നീട്ടിപ്പിടിച്ച് ഈ വചനം ഏറ്റു പറയണം. കർത്താവേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ മക്കളെ, കരങ്ങൾ ഉയർത്തി ഈശോ എന്ന് സ്തുതിച്ചേ. നിന്റെ ഏറ്റുപറച്ചിൽ സ്വർഗം കേൾക്കട്ടെ. ഈശോ, 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 ഈശോ. ആരാധന, ആരാധന, ആരാധന. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചോ. ഈശോ മാത്രമേ ഉള്ളൂ നമുക്ക്. ഈശോ മാത്രം, ഈശോ മാത്രം. ഈശോ, ഈശോ, ഈശോ. ഈശോയെ, ഈശോയെ, ഈശോയെ. അദുലഖാദിലബ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റൊരു വ്യക്തിയെ നാം കാണും, എസ്തർ രാജ്ഞി. എസ്തറിന്റെ പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വചനം. ഒരു രാജ്യത്തിന്റെ രാജ്ഞി, എല്ലാ സൗഭാഗ്യങ്ങളും സമ്പത്തും കൂട്ടുകാരും എല്ലാം ഉള്ള രാജ്ഞി ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഒരു പ്രാർത്ഥന നടത്തുകയാണ്. കർത്താവേ,
അങ്ങല്ലാതെ മറ്റാരും തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. ഒരു രാജ്ഞി ചുറ്റുപാടുമുള്ളതൊന്നുമല്ല അവൾക്ക് വിലപ്പെട്ടത്, അവൾക്ക് കർത്താവ് മാത്രം. അവളത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഹാമാന്റെ ചതിക്കുഴിയിൽ ഹാമാൻ തന്നെ വീഴുകയും യൂദാ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് സ്വർഗം അനുഗ്രഹിക്കുകയും ചെയ്തു. ഒരു രാജ്ഞി ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ദൈവമേ നീ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ സ്വർഗം ഇറങ്ങി വന്നെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ മക്കളെ കരങ്ങൾ രണ്ടും വിരിച്ചു പിടിച്ച് എസ്തേർ രാജ്ഞിയെ പോലെ യേശുവിന്റെ പക്കൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചേ, ദൈവമേ അങ്ങല്ലാതെ മറ്റാരും തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. എന്റെ ദൈവമേ അങ്ങല്ലാതെ മറ്റാരും തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഈശോ 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 എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഈശോ 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 ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോയേ ഈശോയേ. ആരുമില്ലപ്പാ ആരുമില്ലപ്പാ ആരും സഹായിക്കാനില്ല. ഏറ്റുപറ മക്കളെ അപ്പനോട്. കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. പ്രിയപ്പെട്ട മക്കളെ, മൂന്നാമതൊരു വ്യക്തിയെ ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 4-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ നമ്മൾ കാണും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു തവണ മാത്രം പേര് രേഖപ്പെടുത്തിയ ഒരു സാധാരണ മനുഷ്യൻ, അവൻ്റെ പേരാണ് യാബസ്. യാബസ് എന്ന് പറയുന്ന വ്യക്തി ദൈവസന്നിധിയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കും, ദൈവമേ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണം. അങ്ങയുടെ കരം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. എല്ലാ ആപത്തുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണം. യാബസിന്റെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്ന് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്ക്. നീ ഈശോയോട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാ. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെല്ലാം വിസ്തൃതമാക്കണം. സ്ഥലത്തിന്റെ അതിര് കൂട്ടണമെന്നല്ല മക്കളെ പ്രാർത്ഥിക്കാൻ പോകുന്നത്. യേശുവിന്റെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ നിന്നെ കാണുന്ന യേശുവിനറിയാം നിനക്ക് കുറേ ലിമിറ്റുകളുണ്ട്, കുറേ കുറവുകളുണ്ട്. പല മേഖലകളിൽ കുറവുള്ള മക്കളാ നിങ്ങൾ. ഞാനും നിങ്ങളും കുറവുള്ള വ്യക്തികളാ. നിന്നോ യേശുവിന്റെ മുമ്പിൽ. ആ സൃഷ്ടാവ് ഇപ്പോൾ നിന്റെ കുറവുകൾ പരിഹരിക്കാൻ പോവുകയാ. യാബസിന്റെ പ്രാർത്ഥന കേട്ട ദൈവം നിന്റെ കുറവുകളും ലിമിറ്റുകളും ഒക്കെ ഇപ്പോൾ കണ്ട് നിന്നെ പരിഹരിച്ച് അനുഗ്രഹിക്കാൻ പോകുന്ന ഒരു രാത്രി. ദിവികാരുടെ നാഥന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ രാത്രിയിൽ പ്രിയപ്പെട്ട മക്കളെ, യാബസിനെ പോലെ ഒരിക്കൽ കൂടി വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുക. കരങ്ങൾ രണ്ടും വിരിച്ചു പിടിച്ച് പറയണം, ദൈവമേ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോട് കൂടെ ഉണ്ടായിരിക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി എവിടെയൊക്കെ കുറവുണ്ടോ, എവിടെയൊക്കെ ദൈവാനുഗ്രഹം വേണോ, എവിടെയൊക്കെ സൗഖ്യം വേണോ, എവിടെയൊക്കെ കൃപ വേണോ, നീ ആരെയും ശ്രദ്ധിക്കണ്ട. സ്വരമുയർത്തി മനമുയർത്തി സ്തുതിച്ചുകൊള്ളുക. ആരും ആരെയും ശ്രദ്ധിക്കരുത്. ഭാഷ കൊട്ടി സ്തുതിച്ചുകൊണ്ടിരിക്കണം. ദൈവശക്തി വ്യാപരിക്കുന്ന അത്ഭുതമണിക്കും കരുണ വ്യാപരിക്കട്ടെ. കർത്താവേ കൃപ നിലയട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. എല്ലാ മക്കളും നിർത്താതെ പ്രാർത്ഥിക്കട്ടെ. മനം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയെ ഈശോയെ ഈശോയെ. മക്കളെ മനം തുറന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ ഈ അനുഗ്രഹം, കർത്താവ് നിന്നെ അനുഗ്രഹം ചെയ്യുന്ന രാത്രിയാണ്. ഈശോ മാത്രം നമുക്കുള്ളൂ. ഈശോ മാത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ഹല്ലേലൂയ ഹല്ലേലൂയ.
വലിയ സ്പോണ്ടിലോസിന്റെ അസുഖമുണ്ട്. ഒരു 5 ആഴ്ചയായിട്ട് ആശുപത്രിയിൽ പോയി ഇങ്ങനെ സ്കോളർ ഇട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ആ വ്യക്തി ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു. 24 ലക്ഷം രൂപ കടബാധ്യതയുള്ള ഒരു മനുഷ്യൻ 3 ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു ലോണും ഇതുവരെ കിട്ടിയിട്ടില്ല. നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈശോ ആ മനുഷ്യന് ലോൺ പാസ്സാക്കി കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു. MBBS 2ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പഠിത്തം നിർത്തി മറ്റൊരു വഴിയിലേക്ക് പോകുന്നത് കണ്ട് അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവന് പഠിക്കാനുള്ള കൃപ കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്പരം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക. ഈശോ നിന്നെ പരിശോധിച്ചറിഞ്ഞ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഈശോ ഒരു യുവാവ്, കർത്താവേ എനിക്ക് വിശുദ്ധി തരണേ എന്ന് പറഞ്ഞ് കണ്ണുനീര് വാർത്തിപ്പോൾ കരഞ്ഞോണ്ടിരിക്കുന്നു. ഈശോ അവന് വിശുദ്ധി പാലിക്കാൻ കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഈശോ 5 പ്രാവശ്യം അബോഷനായി പോയ ഒരു കുടുംബം, വിവാഹം കഴിഞ്ഞിട്ട് 4.5 വർഷമായ ഒരു കുടുംബം, ഈശോ ആ വ്യക്തികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഈശോ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ചങ്കു തുറന്ന് പ്രാർത്ഥിച്ചോ. ഈശോ ഇവിടെയുണ്ട്. നീ ചോദിക്കുന്നൊക്കെ തരാൻ ഈശോ ഇവിടെയുണ്ട്. ഈശോയെ കൂടാതെ പോകല്ലേ മക്കളെ. ഈ രാത്രി ഈശോ ഇല്ലാതെ പോകല്ലേ. ഈശോയെ ചേർത്ത് വിളിക്കുക. എനിക്ക് നിന്നെ വേണമെന്ന് പറ. ഉത്തരം വേണം ഈശോ. ഈശോ ഒരു വ്യക്തി സ്ഥലം മേടിച്ചു വീട് വെക്കാൻ. പക്ഷെ ആ സ്ഥലം നെൽപ്പാടമാണെന്നറിഞ്ഞ് ഭയങ്കരമായ വേദന നിൽക്കുന്ന ഒരു വ്യക്തി ഈശോ കാണിച്ചു തരുന്നു. ആ വ്യക്തിക്ക് ഈശോ വീട് വെക്കാൻ അതിന്റെ എല്ലാ അസ്വസ്ഥകളും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയെ സ്തുതിക്കുന്നു. 3 പേർക്ക് വിദേശത്തേക്ക് ജോലി കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. ബിനോയ് എന്ന് പറയുന്ന മകനെ ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. മിഥുൻ എന്ന് പറയുന്ന വ്യക്തി ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നതായി ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഈശോ കാണിക്കുന്നത് ഇപ്രകാരമാണ്. ഒരു ചെറുപ്പക്കാരൻ, അവന് വൃഷ്ണത്തിന്, അതായത് റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്, ലൈംഗിക അവയവത്തിന് വലിയൊരു രോഗപീഠയുണ്ട്. അവരോടും പറയാൻ പറ്റുന്നില്ല. അവൻ ഏറെ വേദനിക്കുകയാണ്. 27 വയസ്സോളം പ്രായമുള്ള ചെറുപ്പക്കാരനെ ഈശോ ഇപ്പോൾ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്നു. ഈശോ ഈശോയെ സ്തുതിക്കുന്നു. കരുണയായിരിക്കണേ. അപ്പാ സ്തുതിക്കുന്നു. മക്കളെ, ഈശോയെ സ്നേഹിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. മുഴുവൻ സ്നേഹം കൊടുത്തൊന്ന് വിളിച്ച ഈശോ. എല്ലാ മക്കളെ വിളിക്കട്ടെ ഈശോ. ഈശോ 42 വയസ്സായ ഒരു മകന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഈശോ കൃപ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു. ഈശോ നന്ദി. പല്ല് മുന്നോട്ട് പൊങ്ങി അതിന് കമ്പി ഇട്ടതാണ്. പക്ഷേ ആ പല്ല് ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നു. അതിന്റെ പേരിൽ അസ്വസ്ഥപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം നൽകുകയാണ്. ആ പീഡ എടുത്തു മാറ്റുന്നു. മരുന്ന് കഴിച്ചിട്ടൊന്നും കുറയുന്നില്ലാത്ത അവസ്ഥ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈശോ വലിയ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഈശോ തന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയാം. എല്ലാത്തിനും നന്ദി പറയാം. ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന ഈ മണിക്കൂറിൽ കർത്താവ് ഈ രാത്രി വലിയ അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. ഈശോയോട് പറ, ഈശോയെ, ഗിദെയോന്റെ മുമ്പിൽ നിന്നുകൊടുത്ത നീ ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണേ. ചങ്കു തുറന്ന് പ്രാർത്ഥിക്കും മക്കളെ. ഗിദെയോനെ പോലെ എന്നെ ആക്കാൻ പറ ഈശോയോട്. ഈശോ എന്നെ അനുഗ്രഹിക്കും. ഈശോ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ
സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനുമുക്തി പകർന്നരുളും നിത്യമഹോന്നതമത്വം നീ നിത്യമഹോന്നതമത്വം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ 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 ഈശോയെ. തകർന്നവനേ എനിക്കായി മരിച്ചവനേ എനിക്കായി രക്തം ചിന്തിയവനേ എനിക്കായി പിടഞ്ഞവനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ ഇറങ്ങി എന്നിൽ വാ മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മനാദിയായൊഴുകി എന്നിലിന്നു വാ ആത്മശക്തിയായൊഴുകി എന്നിലിന്നു വാ